ഹലോ, ഹായ്, നമസ്കാരം. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ? ഇന്ന് ഞാൻ ഒത്തിരി ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ദേവകിയമ്മ നമ്മളെ ഒരു യൂട്യൂബറിൽ ചാനലല്ല, അമ്മയ്ക്ക് ചാനലില്ല. അമ്മ എപ്പോഴും വന്ന് പറയും കമ്മലും മാലയും വളയൊക്കെ ഇട്ട് ഒരുങ്ങി സുന്ദരിയായിട്ട് വരണം. അപ്പം ഞാൻ ഇന്ന് കമ്മലൊന്നും ഇട്ടിട്ടില്ലെങ്കിലും കണ്ണെഴുതി പൊട്ടുവിട്ട് അത് ഞാൻ എപ്പോഴും ചെയ്യും കേട്ടോ. കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. സിന്ദൂരം അങ്ങനെ ഇടാറില്ല. ഇന്ന് അമ്മയ്ക്ക് വേണ്ടി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ദേവമ്മയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടല്ലോ. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പോകുന്നത് കാണിച്ചു തരാം. എപ്പോഴും ഹോസ്പിറ്റലിൽ എടുക്കാൻ പാടാട്ടോ, അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. ഇന്നലെ പോയി നമ്മൾ പ്രകാശ് ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ജന്നി വന്നിട്ട് 3 ദിവസമായി. ആഴ്ചയിൽ 7 ദിവസം ഉണ്ടല്ലോ, അതിൽ 3 ദിവസം ജന്നി വന്നില്ല, ബാക്കി എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. പിന്നെ അല്ലാത്ത ദിവസം ഇങ്ങനെ കുഴഞ്ഞ് വീഴുവാണെന്ന്. അപ്പോൾ ഡോക്ടർ കളിയാക്കുന്നു. ഡോക്ടർ പറയുകയാണെ വല്ലപ്പോഴെങ്കിലും വീഴണ്ടേന്ന്, എപ്പോഴും വീഴാതിരുന്നാലോ. അങ്ങനെ കുഴപ്പമില്ല, മെഡിസിനൊക്കെ കുറച്ച് തന്ന്. ഇനി അത് നല്ലവണ്ണം മനസ്സിന് ഒരുപാട് ടെൻഷൻ കൊടുക്കാതെ കൺട്രോൾ ചെയ്ത് ഉറക്കത്തിനുള്ള ഗുളിക തന്നിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് മിടുക്കിയായിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് നമുക്ക് സർജനെ കാണണം. അപ്പോൾ സർജനെ കാണുന്നത് എന്തെന്ന് വെച്ചാൽ യൂട്രസിൻ്റെ റിമൂവ് ചെയ്യാനല്ല, എൻ്റെ തൊണ്ടയിൽ ഈ സൈഡ് കണ്ടോ പൊങ്ങിയിരിക്കുന്നു, അതെ. അപ്പോൾ അതിനെ ആദ്യമേ എടുത്ത് കളയണം. എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം ശ്വാസക്കുഴലിലോട്ടാണ് അത് വളരുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അടുത്ത ആഴ്ച മിക്കവാറും ഓപ്പറേഷൻ കാണും കേട്ടോ. അടുത്ത ആഴ്ച എന്തായാലും ഇത് ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമുക്ക് യൂട്രസിന് ഒരു 3 മാസമായാലും കുഴപ്പമില്ല. ബ്ലീഡിങ് ഉണ്ടെന്നുള്ളെങ്കിലും കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞ് പുറത്തോട്ടൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ വെൻസരി തന്നെയാണ് കാണിക്കുന്നത്. എല്ലാം അവിടെ തന്നെ ആവാമെന്ന് വെച്ചാൽ നല്ല എൻ്റെ മകൾക്ക് ഞങ്ങളെ വീടെടുത്ത കേട്ടോ. അപ്പോൾ ഒന്ന് പോയി വരാനൊക്കെ പറ്റുള്ളൂ. എല്ലാവരും പറയുന്നു പ്രൈവറ്റിൽ പോകണ്ട, പൈസ ഒരുപാടാവും. പൈസ ആവും, നമ്മൾ വീട് വിൽക്കാനും നമുക്ക് ചികിത്സയ്ക്കും എല്ലാം വേണ്ടിയൊക്കെ വീട് വിൽക്കാൻ നോക്കുന്നത്. പക്ഷേ നമുക്ക് എന്താ പറയുന്ന, അവിടെ ചെന്നാലും ടെസ്റ്റ് എല്ലാം പുറത്ത് തന്നെ. അവിടെ കിടന്ന ആൾക്കാർ പുറത്തും തോനെ ആൾ വേണം, അകത്തൊരാളെ നിർത്തത്തുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ നമുക്കത് പറ്റത്തില്ല. പുറത്ത് ടെസ്റ്റുകളായിരിക്കും. പൈസ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഇപ്പം നമ്മൾ വെൻസറി കാണിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പേരൊന്നും പറയുന്നില്ല കേട്ടോ. പണ്ട് ഞങ്ങളെല്ലാം ഒരുമിച്ച് വളർന്നതെന്ന് വെച്ചാൽ അവരെ ഗ്യാങ് എന്നെക്കാട്ടി വലിയ ചേച്ചിയാണ്. അപ്പം ഞങ്ങൾ കുറച്ച് ഗ്യാങ് കാണുമല്ലോ, നമ്മളെല്ലാം അങ്ങനെയാണല്ലോ. അപ്പം ആ ചേച്ചി അന്നേ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കും, നല്ല സുന്ദരിയാണ് കേട്ടോ. നമ്മുടെ സ്വന്തക്കാരാണ്. പേര് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചേച്ചി. അപ്പം എനിക്കിങ്ങനെ വയ്യാതെ ഇപ്പോഴല്ലേ ഞാൻ ഇത്ര ആയത്. മറ്റേത് കിടക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ, എപ്പോഴും കറങ്ങി വീണ് ഞാനിങ്ങനെ കിടപ്പായിരുന്നല്ലോ. ആ ചേച്ചിയെ കാണണം. എപ്പോഴും ഞാൻ ചേട്ടനോട് പറയും എനിക്കിങ്ങനെ പേരെടുത്തിട്ട് ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ചേട്ടൻ പറയും നമ്മൾക്ക് അങ്ങോട്ട് കയറി പറയാൻ പറ്റത്തില്ലല്ലോ, ഒന്ന് കാണുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അത് ആരാന്ന് ഞാൻ പറഞ്ഞില്ല. പണ്ട് ആ ചേച്ചിക്ക് നമ്മൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്താണെന്നറിയാമോ, ഇപ്പം നമ്മൾ ചെറിയ കുട്ടികളായതുകൊണ്ട് അവർക്ക് വലിയ ഗ്യാങ്ങിലുള്ള ആൾക്കാർ അങ്ങനത്തെ. പിന്നെ എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര തറുതല പറയുമായിരുന്നു. അതെന്താണെന്നറിയാമോ, എൻ്റെ അമ്മയെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഞാൻ അവരുടെ എതിർത്ത് സംസാരിക്കും. പിന്നെ ഈ വല്യച്ഛൻ്റെ അടുത്തൊക്കെ ഞാൻ ബഹുമാനം കൊടുക്കുമെങ്കിലും എൻ്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. അതുകൊണ്ട് എന്നെ അത്ര ആർക്കും ഇഷ്ടമില്ലായിരുന്നു കേട്ടോ, ഉള്ള കാര്യം പറയുക. എന്നെ അത്ര വലിയ, ഞാൻ ഇച്ചിരി ഒരു തൻ്റേടി എന്നൊരു പേരെനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ചേട്ടനോട് വന്നതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഊമയായത്. കാരണം ചേട്ടൻ അധികം അങ്ങനെ സംസാരിക്കാറില്ല. നമ്മളങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മളെ സ്വഭാവം മാറുമല്ലോ. അപ്പം പിന്നെ എന്നെ സഹകരിക്കുന്ന എല്ലായിടത്തും ഞാൻ ഓപ്പണായിട്ട് തന്നെ, പണ്ടും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. പിന്നെ അന്ന് ഭയങ്കര ഓവറായിട്ട് ഇപ്പോഴും സംസാരിക്കും ഭയങ്കരമായിട്ട്. എങ്കിലും ഇപ്പം ഞാൻ ആരോടും അങ്ങനെ വഴക്കിനോ അങ്ങനെ, ഇപ്പം നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയാം അങ്ങനെയൊന്നും പോകാറില്ല കേട്ടോ. അത് ചേട്ടൻ്റെ കൂടെ കൂടിയാന്ന് തോന്നുന്നു. ചേട്ടൻ പൊതുവെ ഒരു സൈലൻ്റ് ആയതുകൊണ്ട് ഞാൻ വന്നതും തൊട്ട് അത് കണ്ടാണെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ ആയത്. എല്ലാവരും ചോദിക്കും എങ്ങനെ ഇത്ര മാറി. അവിടെ തിരുമുക്കിലുള്ള കേട്ടോ, തിരുമുക്കിലുള്ള എല്ലാവരും ചോദിക്കും എങ്ങനെ ഇത്ര മാറി, ഇത്ര എന്ന് വെച്ചാൽ അച്ഛൻ ഗൾഫിലല്ലേ. അപ്പം അമ്മ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കൂടുതലും അമ്മയായിട്ടായിരുന്നു ടച്ചിങ്. അപ്പോൾ ഇപ്പോഴും അസുഖം വരുമ്പോഴൊക്കെ ഞാൻ അമ്മയെ കാണണം. അങ്ങനെ ഇത്രയും വയസ്സായിട്ടും എനിക്ക് അമ്മയായിട്ട് ഭയങ്കര വരുമ്പം ഞാനിങ്ങനെ അമ്മയോട് പറയും, അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ ഉറക്കത്തിനുള്ള ഗുളികയൊന്നും ഉറങ്ങുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എനിക്കൊരു ടെൻഷനായിപ്പോൾ. എന്ന് വെച്ചാൽ ആദ്യം ഫിക്സ്, ഇപ്പോൾ ഇതാ തൊണ്ട. പിന്നെ നമ്മൾ ആദ്യം യൂട്രസ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് കുറച്ചുകൂടെ കുരുപ്പുകളുണ്ട്, ബ്ലീഡിങ് ഉണ്ട്, അതൊക്കെ ഞാൻ സഹിക്കുന്നുണ്ട്. എന്നാലും ഫസ്റ്റ് തൊണ്ട ചെയ്തില്ലെങ്കിൽ ഇത് വളർന്ന് ഇവിടം വരെ ആയിട്ടുണ്ട്. അപ്പം അത് അന്നനാളത്തിലോട്ട് പോയാൽ പിന്നെ റിസ്ക്കാന്ന് പറഞ്ഞ്. അപ്പം വേണ്ട, നമുക്ക് ആദ്യം തന്നെ അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു.
പിന്നെ എൻ്റെ കഴുത്തിൽ നമ്മളെ കൃപാസന മാതാവ് കിടപ്പുണ്ട് കേട്ടോ. അപ്പം മാതാവ് എന്നെ കാത്തോളും. അതെൻ്റെ വിശ്വാസമല്ലേ, അല്ലേ? ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങൾ. പിന്നെന്താണെന്ന് വെച്ചാൽ ഇനി അതൊക്കെ അങ്ങനെ ആ ചേച്ചി അത് പറയാനാണ് വന്നത് കേട്ടോ. അങ്ങനെ ആ ചേച്ചി എനിക്ക് അന്നേ ഭയങ്കര ഇഷ്ടമാണ്. ആ ചേച്ചി അന്നൊന്നും നമ്മൾക്ക് വലിയ മിണ്ടലൊന്നുമില്ല. അവർ വലിയ ഗ്യാങ്ങായിട്ട് ഒരു കൂട്ടർ അങ്ങനെയൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഒത്തിരി വലിച്ചന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിലുള്ള ഒരു ചേച്ചിയാണ്. അങ്ങനെ ആ ചേച്ചി വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാനിവിടെ എപ്പോഴും പറയുന്ന ചേച്ചി എനിക്ക് കണ്ടോളാൻ വയ്യെന്ന് പറയുന്നത്. പക്ഷേ ചേച്ചി എന്നെ എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അപ്പോൾ ഓരോ വീട്ടിലും ഓരോ തിരക്കുകളാണ്. നമ്മളിങ്ങനെ പറയുന്ന കണക്കല്ലല്ലോ, ഓരോരുത്തരുടെ ഓരോ അവസ്ഥകളാണ്. അപ്പം ഞാൻ ആഗ്രഹിച്ചാൽ മാത്രം അച്ചച്ചിക്ക് വരാനുള്ളൊരു സാഹചര്യം വേണ്ടേ. അങ്ങനെ സാഹചര്യം എത്തിയിട്ട് അച്ചച്ചി വന്ന് ഒരുപാട് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി കേട്ടോ. എനിക്ക് കുറച്ച് സമയം സംസാരിക്കാൻ പറ്റി. പക്ഷേ അവർ വന്നപ്പോൾ പിന്നെ അവർക്കൊരു വിഷമം തോന്നിയെന്ന് വെച്ചാൽ അപ്പോൾ പിന്നെ വീഡിയോ ചെയ്യാനുള്ള കാരണം കൊണ്ട് അതുകൊണ്ട് അവർ വന്നപ്പോൾ എനിക്കങ്ങ് വയ്യാണ്ടായി. ഞാൻ കുഴഞ്ഞ് വീണ്. എപ്പോഴാണ് വീഴുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ കണ്ണൊക്കെ എഴുതി കണ്ട ദേവകിയമ്മ പറഞ്ഞിട്ടാണ് ഇത് ഞാൻ ചെയ്തേക്കുന്നത്. ദേവകിയമ്മ പിന്നെ വീഡിയോ ഫുള്ളിരുന്ന് കാണും. അപ്പം ഇനി നിങ്ങൾ എൻ്റെ രാവിലെ എന്തൊക്കെ ചെയ്തു അതൊക്കെ തന്നെ അതൊക്കെ കാണാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം, എല്ലാവർക്കും സുഖമാണോ? ഞാൻ കണ്ടില്ലേ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ദേഹം കുഴഞ്ഞ് വരാറുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ ഒന്ന് വീണായിരുന്നു. അപ്പോഴും ഞാൻ ഇങ്ങനെ ഒരുമാതിരി വന്നിരുന്നാൽ നിങ്ങൾക്ക് കൂടെ സങ്കടമാവും. അതുകൊണ്ട് ആ കണ്ണൊക്കെ എഴുതിയാൽ നല്ല രസമാവും കാണാൻ കേട്ടോ. സ്വന്തമായിട്ടങ്ങ് പറയുകയാണ്. അപ്പോൾ അതാണ് ഞാനങ്ങനെ ഇവർ ഇവിടെ വന്നതിന് ശേഷമാണ് അങ്ങനെ ആരുമായിട്ട് അങ്ങനെ വലിയ കമ്പനി ഇല്ലാതിരുന്നപ്പോൾ കുടുംബശ്രീ കൂടിയപ്പോഴത്തേക്ക് പിന്നെ അന്ന് തൊട്ട് തുടങ്ങിയ കമ്പനിയാണ് സിന്ധുജ. അങ്ങനെ കുറേ കൂട്ടുകാരികൾ, നല്ല ഫ്രണ്ട്സ്, നല്ല കട്ട ചങ്കുകളെ കിട്ടി. അങ്ങനെ ഞാൻ ഭയങ്കര ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു കൂട്ടത്തിന്. പിന്നെ ഞാൻ പഠിക്കാൻ പോകാറില്ല, അവിടെ നിന്നും കിട്ടി നല്ല കട്ട ചങ്കുകളുണ്ട്. പിന്നെ ബ്യൂട്ടീഷ്യന് പോയപ്പോഴും അവിടെയും കിട്ടി. അങ്ങനെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുകളെ കിട്ടി. പിന്നെ ഞാനിപ്പോൾ വാതോരാതെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ചേട്ടാ എപ്പോഴും പറയും നീ ഭയങ്കര ഞാൻ പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു. പിന്നെ ഇവിടെ ആരും സംസാരിക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഊമയായി പോയതാണ്. പിന്നെ വീണ്ടും ഞാൻ തിരിച്ചു വന്നു. പക്ഷേ എൻ്റെ അമ്മയെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും, അവരോട് തന്നെ തിരിച്ചു പറയും. അവർക്ക് എന്നോട് ദേഷ്യമാവും. അങ്ങനെ ഒത്തിരി ഇപ്പോഴും എന്നെ ഇഷ്ടമില്ലാത്തവരുണ്ട് അവിടെ കേട്ടോ. പേരൊന്നും ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചാൽ പക്ഷേ ഇപ്പോഴത്തെ മക്കൾ അങ്ങനെ ആണോ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളെ എന്തെങ്കിലും പറഞ്ഞാലല്ലേ തിരിച്ച് പറയുമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പം എൻ്റെ മോളെ സംബന്ധിച്ച് പറയുമായിരിക്കും തോന്നുന്നു കേട്ടോ. ഇപ്പം വരെയുള്ള സ്നേഹം വെച്ച് ഇനി അറിയാൻ പറ്റില്ല. 18 വയസ്സായി. ഇനി അവൾ പുതിയ ഒരാളായിരിക്കും. ഇത്രയും നാൾ ഞാൻ പറയും കിടന്ന കിടപ്പി ഒരു വയസ്സായ ഒരമ്മയെ എങ്ങനെ നോക്കുന്നു അതുപോലെ എൻ്റെ മകൾ എന്നെ നോക്കിയത്. അതിലെനിക്ക് ഒരുപാട് സത്യം പറഞ്ഞാൽ ഇനി എന്ത് കാണിച്ചാലും എനിക്ക് സങ്കടമില്ല. ഈ ജന്മം എനിക്ക് അവൾ എല്ലാം ചെയ്തു തന്നു. എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം ചെയ്തു തന്നു. നമുക്ക് ദേഹം തുടയ്ക്കുക തൊട്ട് എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ 18 വയസ്സുകാരി എനിക്ക് ചെയ്തു തന്നു. ഇനി അവൾ എന്ത് തെറ്റ് ചെയ്താലും എനിക്ക് അവളുടെ അടുത്ത് പൊറുക്കാനേ പറ്റൂ. കാരണം എന്നെ അത്ര നല്ല നോക്കി എൻ്റെ മോളാണ്. അപ്പോൾ ഇനി അവൾ അറിഞ്ഞൂടാ. ഓരോ സ്വഭാവമല്ലേ, ഇപ്പം പറയുന്ന കണക്കല്ല നാളെ കാണിക്കുന്നത്. എനിക്ക് എന്താണ് സന്തോഷം, ഇന്ന് വരെ എൻ്റെ മോള് എന്നോടൊപ്പമുണ്ട്. നാളത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ എല്ലായിടവും ഭയങ്കര മഴ, അതും ഒരു പ്രശ്നം. തുണി ഉണങ്ങുന്നില്ല, പശ കെട്ടി തുണിയൊക്കെ ഇട്ട് അത് എല്ലായിടവും ഇപ്പം അങ്ങനെയല്ലേ. വെയിൽ ചൂടായിരുന്നപ്പോൾ നമുക്കൊരു ചൂട് സഹിക്കാൻ വയ്യായിരുന്നു. അതിൻ്റെ ഇടയ്ക്കായിരുന്നു എനിക്ക് അസുഖങ്ങൾ കിടന്ന് കുറേ അനുഭവിച്ചു കേട്ടോ. കാരണം ഫിക്സ് വരുമ്പോൾ ചൂട് വിയർത്തൊഴിച്ച് ഭയങ്കരമായിട്ട് അനുഭവിച്ചു. അതും ഓർക്കുമ്പം അത്ര ഇല്ലെങ്കിലും ആഴ്ചയിൽ 2 വട്ടം അങ്ങനെ വരാറുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് മാറത്തില്ല, അത് ഡോക്ടർ പറഞ്ഞു. എങ്കിലും ഒന്ന് കുറച്ചും കൊണ്ട് വേണം നമുക്ക് അടുത്ത ആഴ്ച ഇതൊന്ന് ചെയ്യാൻ. ഈ സൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? നല്ല ഒരു മുഴയുണ്ട്. ഈ മുഴയാണ് നമ്മൾ ശ്വാസകോശത്തിലോട്ട് പോയി. പക്ഷെ പുറത്തോട്ട് തള്ളിയിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ കുറച്ച് കാലം പോകുമായിരുന്നു. അങ്ങനെ അത്രയും വിശേഷങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്ന ചേച്ചി, ആ ചേച്ചിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ആ ചേച്ചിക്ക് അറിഞ്ഞൂടാ ആ ചേച്ചി എന്നെ എത്ര സ്നേഹിക്കുന്നു എന്നുള്ളത്. പണ്ട് ആ ചേച്ചി എന്നെ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. കാണുമ്പോൾ നമ്മൾ സംസാരിക്കും. പക്ഷേ എനിക്ക് അന്ന് സുന്ദരിയായിരുന്നു കാണാൻ കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് കൂടുതൽ ആകർഷിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് സൗന്ദര്യമുള്ളവരെ കാണാനും ഇഷ്ടമാണ്, എനിക്കൊരുങ്ങാനും ഇഷ്ടമാണ്, എല്ലാവരും ഒരുക്കാനും ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം ഞാൻ എല്ലാം നിർത്തി കേട്ടോ. കമ്മലിടൽ, മാലയിടൽ, എന്നാലും ജസ്റ്റ് കണ്ണെഴുതും, പൊട്ടിടും, ഇത് ലിപ്സ്റ്റിക് ഇടും. അതെനിക്ക് അതത്രയും ചെയ്യും. പിന്നെ കമ്മലും മാലയുടെ താല്പര്യം ഒക്കെ പോയി. സിന്ദൂരം ഇടത്തില്ല കേട്ടോ, സിന്ദൂരം ഇടാറില്ല. പക്ഷേ ചേട്ടൻ എൻ്റെ ചങ്കാണ്. പക്ഷേ സിന്ദൂരത്തിന് വലിയ പ്രാധാന്യം, ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ആശുപത്രി കാര്യങ്ങളും ഞാൻ വന്ന് പറയാം. ഇനി ബാക്കിയൊക്കെ സർജറി എന്നാണെന്നൊക്കെ ഇപ്പം പറയാം കേട്ടോ.
അപ്പോൾ ഇതെനിക്കിപ്പോൾ ഒരുപാട് സംസാരിക്കാൻ പറ്റും, ചുമ വരും. ഇപ്പം തന്നെ ചുമ വന്നുകൊണ്ടിരിക്കുകയാണ്, ലതി തട്ടുമ്പോഴേ. അങ്ങനെയാണ്. പിന്നെ ശ്വാസം മുട്ട് ഉണ്ട്, അതും ഇങ്ങനെ സഹിക്കണം. അപ്പം അത്രയേ ഉള്ളൂ.